Hi everyone, welcome to Entry Cooperative Banking YouTube channel. I am Anshita. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ JCA എക്സാം. നമുക്കറിയാം JCA എക്സാം അടുത്താവാറായി, ഒരു മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ JCAക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. അതായത് ലാസ്റ്റ് സെഞ്ചുറിയിലെ എക്കണോമിക് മിറാക്കിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് താഴെ പറഞ്ഞവയിൽ? ഓപ്ഷൻ എ ക്യാപിറ്റലിസം, ഓപ്ഷൻ ബി സോഷ്യലിസം, ഓപ്ഷൻ സി കോപ്പറേഷൻ, ഓപ്ഷൻ ഡി കമ്മ്യൂണിസം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി എന്നറിയപ്പെടുക? ഏതോ എക്കണോമിക് ഓർഗനൈസേഷൻ ആയിരിക്കും? ഏത് ഫോം ആയിരിക്കും? ക്യാപിറ്റലിസം ആണോ, സോഷ്യലിസം ആണോ, കോപ്പറേഷൻ ആണോ, കമ്മ്യൂണിസം ആണോ? നമുക്കറിയാം JCAയുടെ ടോപ്പിക്സ് സിലബസിൽ ഈ എക്കണോമിക് ഫോംസ് ഓർഗനൈസേഷനെ പറ്റി, എക്കണോമിക് ഫോംസിനെ പറ്റി, അതായത് ക്യാപിറ്റലിസം, സോഷ്യലിസം, കോപ്പറേഷൻ, കമ്മ്യൂണിസം, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാം. എക്സാമിന് പോകാനായിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഡാഷ് ഈസ് ദ എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി ഏതാണ്? ക്യാപിറ്റലിസം ആണോ? അല്ല. പിന്നെ ഏതായിരിക്കും? സോഷ്യലിസം ആണോ? അല്ല. ഏതാണ് ആൻസർ വരിക? ആൻസർ വരിക കോപ്പറേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോപ്പറേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോപ്പറേഷൻ ഈസ് ദ എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. ലാസ്റ്റ് സെഞ്ചുറിയിലെ എക്കണോമിക് മിറാക്കിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? കോപ്പറേഷൻ ആണ്. ഓക്കെ, കോപ്പറേഷൻ ഈസ് ദ എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിന് നോക്കുമ്പോൾ ക്യാപിറ്റലിസവും സോഷ്യലിസവും കോപ്പറേഷനൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസും കൂടി പഠിച്ചു വെക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ആ ഒരു ബേസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് CSEB പഠിക്കുമ്പോൾ നമുക്കറിയാം, CSEBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സെഷൻ, അതായത് ഫസ്റ്റ് തിയറി പാർട്ട് പഠിക്കുമ്പോൾ ഈ ക്യാപിറ്റലിസം, സോഷ്യലിസം, കോപ്പറേഷൻ ഇതിൽ നിന്ന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് എന്താ നമ്മൾ ചോദിച്ച് കാണാറില്ല. പക്ഷേ JCAക്ക് അങ്ങനെ ആയിരിക്കില്ല. PSCയുടെ എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അല്ലേ? PSCയുടെ എക്സാംസിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് 2 അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് തിയറി പഠിച്ച് വെച്ചാൽ മാത്രമാണ് അതിൻ്റെ ഐഡിയ കൃത്യമായിട്ട് എന്താണ് അതിൽ പറയുന്നതെന്ന് കൃത്യമായിട്ട് ഓരോ പോയിന്റും നോട്ട് ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡാഷ് ഈസ് ദ എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി ഏതാണ്? കോപ്പറേഷൻ ആണ്. അതുപോലെ തേർഡ് ഫോം ഓഫ് എക്കണോമിക് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ തേർഡ് ഫോം ഓഫ് എക്കണോമിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏത് ആൻസർ തന്നെ? അതും കോപ്പറേഷൻ ആട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കോപ്പറേഷനെ പറയുന്ന വേറെ പല വിശേഷണങ്ങളും നിങ്ങൾ എന്താ നോക്കി വെക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന കോപ്പറേഷനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കോഡ്സും നിങ്ങൾ നോക്കി വെക്കണം. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ICA വാസ് ഷിഫ്റ്റഡ് ഫ്രം ലണ്ടൻ ടു ജനീവ ഇൻ. അതായത് ആദ്യം നമുക്കറിയാം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫോം ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ് ആദ്യമായിട്ട് വന്നത്? ലണ്ടനിലായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ അത് എവിടേക്ക് മാറി? ജനീവയിലോട്ട് മാറി. പിന്നെ അത് എവിടേക്ക് മാറി? ബ്രസൽസിലോട്ട് മാറി. ഇപ്പോൾ കറൻ്റ്ലി ബ്രസൽസിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ എന്നാണ് ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിൽ നിന്ന് ജനീവയിലോട്ട് ഷിഫ്റ്റ് ആയത്? എന്നായിരിക്കും? ഓപ്ഷൻ എ 1895, ഓപ്ഷൻ ബി 1982, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2020. ഏതായിരിക്കും വരിക ആൻസർ? ഏതാണ് വരിക ഇവിടെ ആൻസർ? ഓപ്ഷൻ എ അല്ല. ഓക്കെ, ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വന്നത്? ഓപ്ഷൻ ബി 1982. 1982ലാണ് ലണ്ടനിൽ നിന്ന് ജനീവയിലോട്ട് ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ആയത്. 1982ലാണ്. ഈ ഡേറ്റ് നോക്കി വെക്കാം കേട്ടോ. 1982ലാണ് ലണ്ടനിൽ നിന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലോട്ട് മാറുന്നത്. അപ്പോൾ ജനീവയിൽ നിന്ന് ബ്രസൽസിലോട്ട് ഏത് ഇയറിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് മാറിയെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ICAയിൽ നിങ്ങൾ പഠിക്കേണ്ടത്, ICAനെ പറ്റി പഠിക്കുമ്പോൾ ICAയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കറണ്ട് പ്രസിഡന്റ് ആരാണ്? അതുപോലെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആരാണ്? അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആരാണ്? അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ. അതായത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ആ പ്രിൻസിപ്പിൾ നമുക്കറിയാമല്ലേ? ആ ഒരു പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ പ്രിൻസിപ്പിൾസിൻ്റെ കൂടെ ആഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ഏതാളാണ് അതായത് ഒരു റെക്കമെൻഡ് ചെയ്ത് ആഡ് ചെയ്തതെന്നാണ് ചോദ്യം. അതായത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആഡ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ആഡ് ചെയ്തത് ആരാണ്? ഓക്കെ, ഓപ്ഷൻ എ റോക്കഡെയിൽ പയോണിയേഴ്സ്, ഓപ്ഷൻ ബി കാർവേ കമ്മിറ്റി, ഓപ്ഷൻ സി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൽ ഏതാ വരിക?
കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് റെക്കമെൻഡ് ചെയ്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലോട്ട് കൊണ്ടുവന്നത് ഏത് കമ്മിറ്റിയാ ആഡ് ചെയ്തത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആരായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞേ? അപ്പോൾ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് അത് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, അതായത് വിവിധ കോപ്പറേഷൻസ്, ഡിഫറെൻറ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ അവ എന്താ ടുഗദർ, അതായത് എല്ലാം ഒത്തുകൂടി എന്താ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് എന്താ വർക്ക് ചെയ്യണം, മിങ്കിൾ ചെയ്യണം. അതൊക്കെയാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ടുഗദർ ഒരുമിച്ച് വന്ന് വർക്ക് ചെയ്ത് എന്താ അവർക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്ത ഏത് കമ്മിറ്റിയാണ്? നമുക്കറിയാം ഏത് കമ്മിറ്റിയാ? കാർവേ കമ്മിറ്റിയാണ്. കാർവേ കമ്മിറ്റിയാണ് ഈ ഒരു കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തത് അല്ലേ? ICA റോക്കഡൈൽ പയോണേഴ്സ് ആ ഒരു നമുക്കറിയാം പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ICA ആ പ്രിൻസിപ്പിൾസിനെ അഡോപ്റ്റ് ചെയ്തു, അത് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ടോ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ICA എന്ത് ചെയ്തു? ഈ ഒരു പ്രിൻസിപ്പിൾസ് ഇനി ഒന്ന് റീഫോർമുലേറ്റ്, അതായത് മോഡിഫൈ ചെയ്യണം തോന്നി. അങ്ങനെ അതിനു വേണ്ടി ആദ്യമായിട്ട് അവർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏതാ? കാർവേ കമ്മിറ്റി അല്ലേ? കാർവേ കമ്മിറ്റിയിൽ 5 നേഷൻസിൽ നിന്നുള്ള എക്സ്പേർട്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? UK, USA, USSR, ജർമ്മനി, ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള DG കാർവേ ആയിരുന്നു ചെയർമാൻ. അതുകൊണ്ട് തന്നെയാണ് കാർവേ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കാർവേ കമ്മിറ്റിയാണ് ഈ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആഡ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ കാർവേ കമ്മിറ്റി. ഓർത്തു വയ്ക്കുക കേട്ടോ. ഓക്കെ, 4th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഷുഗർ ഫാക്ടറി ഇൻ കോപ്പറേറ്റീവ് സെക്ടർ വാസ് സെറ്റപ്പ് അറ്റ്. ആദ്യത്തെ ഷുഗർ ഫാക്ടറി എവിടെയാണ് വന്നതെന്നാണ് ചോദ്യം ഇന്ത്യയിൽ. ഓപ്ഷൻ A ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ B ഉത്തർപ്രദേശ്, ഓപ്ഷൻ C മഹാരാഷ്ട്ര, ഓപ്ഷൻ D നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഈ ഷുഗർ കോപ്പറേറ്റീവ്സിനെ പറ്റി പഠിച്ചിട്ട് പോകട്ടോ. JCAയിൽ ഉറപ്പായിട്ടും ചോദിക്കും. JCA എക്സാംസിന് ഒരു സിലബസിലുള്ളതാണ് ഈ ഷുഗർ കോപ്പറേറ്റീവ്സിനെ പറ്റി പഠിക്കാൻ. ഓക്കെ, നമ്മുടെ CSCBയിൽ ഒരു തവണ ഈ ഷുഗർ കോപ്പറേറ്റീവ്സിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. CSCBയിൽ അത്ര ഇമ്പോർട്ടൻസ് അത്രയില്ല, പഠിക്കേണ്ട എന്നല്ല. പക്ഷെ JCAയിൽ എന്താ ഇത് ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോകാമുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷുഗർ ഫാക്ടറി എവിടെയായിരിക്കും? ആന്ധ്രാപ്രദേശിലാണോ, ഉത്തർപ്രദേശിലാണോ, മഹാരാഷ്ട്രയിലാണോ? നൺ ഓഫ് ദിസ് ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, എവിടെയായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ A ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് 1930 എന്താണ് ആദ്യമായിട്ട് ഷുഗർ ഫാക്ടറി ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ 1930 ആദ്യമായിട്ട് എന്താ ഷുഗർ ഫാക്ടറി വന്നത്. നോട്ട് ചെയ്യാട്ടോ. ഷുഗർ ഫാക്ടറി ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ 1930 വന്നു. ഓക്കെ, ഷുഗർ ഫാക്ടറി. പിന്നെ മഹാരാഷ്ട്രയിൽ എന്താ? മഹാരാഷ്ട്രയിൽ നമുക്കറിയാം കുറേയധികം ഷുഗർ ഫാക്ടറീസ് ഉള്ള ഷുഗർ കോപ്പറേറ്റീവ്സിന് ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ ഉത്തർപ്രദേശിലോ ആദ്യമായിട്ട് ഷുഗർ കോപ്പറേറ്റീവ് വന്നത് ഉത്തർപ്രദേശിലാണ് 1933. ഇത്രയും കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കേരളത്തിൽ പാലക്കാട് ചിറ്റൂരും അതുപോലെ പന്തളത്തും എന്താണ് ഷുഗർ ഫാക്ടറീസ് ഉണ്ട്. നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? താഴെ പറഞ്ഞവയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ, കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, കേരഫെഡ് ഈസ് എ സിംഗിൾ ടയർ സൊസൈറ്റി. കേരഫെഡ് എന്താണ്? ഒരു സിംഗിൾ ടയർ സൊസൈറ്റിയാണ്. നെക്സ്റ്റ്, കേരഫെഡ് സ്റ്റാർട്ടഡ് വിത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം NCDC. NCDCയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊണ്ടാണ് കേരഫെഡ് വന്നത്. ഓപ്ഷൻ 3, കൊമോഡിറ്റി ഗ്രാൻസ്. കൊമോഡിറ്റി ഗ്രാൻസ് ആർ ഗിവൺ ബൈ നബാർഡ് ടു കേരഫെഡ്. കൊമോഡിറ്റി ഗ്രാൻസ് നബാർഡാണ് കേരഫെഡിന് കൊടുക്കുന്നത്. നെക്സ്റ്റ്, കേരഫെഡ് ഇംപ്ലിമെന്റഡ് ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത് കേരഫെഡ് ആണ്. അപ്പോൾ ഫസ്റ്റ്, കേരഫെഡ് സിംഗിൾ ടയർ സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. സെക്കൻഡോ, കേരഫെഡ് സ്റ്റാർട്ടഡ് വിത്ത് NCDCയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൊണ്ടാണ് കേരഫെഡ് തുടങ്ങിയത്. നെക്സ്റ്റ്, കൊമോഡിറ്റി ഗ്രാൻസ് നബാർഡാണ് കേരഫെഡിന് കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത് കേരഫെഡ് ആണ്. ഓക്കെ, ഇത്രയാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഏതായിരിക്കും? ഓപ്ഷൻ A 1 and 2, അതായത് കേരഫെഡ് സിംഗിൾ ടയർ ആണ്. അതുപോലെ തന്നെ കേരഫെഡ് തുടങ്ങിയത് NCDCയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊണ്ടാണ് എന്നാണ് എയിൽ പറയുന്നത്. ആ 2 പോയിന്റാണ് കറക്റ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് B 1, 2 and 4. 1, 2 and 4, 1ഉം 2ഉം അതായത് നേരത്തെ പറഞ്ഞ 2 പിന്നെ ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത് കേരഫെഡ് ആണ് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് 1, 2, 3 അതായത് ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത് കെയർഫെഡ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ബാക്കി 3 അതായത് കെയർഫെഡ് സിംഗിൾ ടയർ ആണ്, അതുപോലെ NCDCയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊണ്ടാണ് ഫോം ചെയ്തത്, അതുപോലെ തന്നെ കൊമോഡിറ്റി ഗ്രാൻഡ് നബാർഡ് ആണ് കെയർഫെഡിന് കൊടുക്കുന്നത്. അത് 3 കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഡി ഓൾ ഓഫ് ദിസ്, ഈ പറഞ്ഞ 4 കറക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഏതായിരിക്കും? നമുക്കറിയാം സിംഗിൾ ടയർ ആണ് കെയർഫെഡ്. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് കെയർഫെഡ് ഫോം ചെയ്തത് NCDCയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, നബാർഡിന്റെ അസിസ്റ്റന്റ്, നബാർഡാണോ കൊമോഡിറ്റി ഗ്രാൻഡ് കൊടുത്തേ? അല്ല, ഏതാണ്? NCDC ആണ് കൊടുത്തത്. നമുക്കറിയാം അല്ലേ, കൊമോഡിറ്റി ഗ്രാൻഡ് നബാർഡ് അല്ല. അപ്പോൾ ഓപ്ഷൻ 3 റോങ് ആണ്. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്, അപ്പോൾ 3 റോങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിയും ഡിയും പോയി, എയും ബിയും ഉണ്ട്. ഓക്കെ, അതിൽ ഏതായിരിക്കും? അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ എന്താണ്? ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരാ തുടങ്ങിയത്? കെയർഫെഡ് ആണ്. ഓക്കെ, അപ്പോൾ 1, 2 and 4 ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കി വയ്ക്കുക. ഇതുപോലെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻ. കുറേ നിങ്ങൾ എന്താ നമ്മുടെ എൻട്രിയുടെ ആപ്പിലാണെങ്കിലും കുറേ അധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് JCA ക്വസ്റ്റ്യൻസിൽ തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്താ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഓഡിറ്റ് മെമ്മോറാൻഡം, ഓപ്ഷൻ ബി ഓഡിറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ സി ഓഡിറ്റ് ഫയൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓഡിറ്റിംഗ് പഠിച്ചിട്ടേ പോകാമോ കേട്ടോ. CSEBയിൽ ജൂനിയർ ക്ലർക്കിന് ഓഡിറ്റിംഗ് ഇല്ല, അതായത് ലോയിൽ വരുന്ന ഓഡിറ്റിംഗ് ഒഴിച്ച് വേറെ ഒന്നുമില്ല. പക്ഷെ എന്ന് വെച്ച് ഇത് ഉഴപ്പിക്കളയരുത്. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓഡിറ്റ് മെമ്മോറാൻഡം ആണോ, ഓഡിറ്റ് പ്രോഗ്രാം ആണോ, ഓഡിറ്റ് ഫയൽ ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഇവിടെ ആൻസർ ആയിട്ട് വന്നത് ബി ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം ആണ് ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ. ഓഡിറ്ററിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഓഡിറ്റ് പ്രോഗ്രാം ആണ്. അവിടെയാണ് ഈ ഓഡിറ്റിംഗ് എങ്ങനെ നടക്കും അതിനെ പറ്റിയൊക്കെ എന്താ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നത് ഓഡിറ്റ് പ്രോഗ്രാം ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ Rule 15 subsection 5 as per Rule 15 sub Rule 5 of KCS Act, ഫിഷറീസ് കോപ്പറേറ്റീവ്സ് ആർ, അതായത് റൂൾ 15 സബ് റൂൾ 5 അനുസരിച്ച് ഫിഷറീസ് കോപ്പറേറ്റീവ്സ് എന്താണ്? ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി കൺസ്യൂമർ സൊസൈറ്റീസ്, ഓപ്ഷൻ സി പ്രൊഡ്യൂസർ സൊസൈറ്റി, ഓപ്ഷൻ ഡി പ്രോസസിംഗ് സൊസൈറ്റീസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും? റൂൾ 15 സബ് റൂൾ 5 അനുസരിച്ച് KCS ആക്ടിന്റെ ഫിഷറീസ് കോപ്പറേറ്റീവ്സ് എന്താണ്? ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണോ, കൺസ്യൂമർ സൊസൈറ്റീസ് ആണോ, പ്രൊഡ്യൂസർ സൊസൈറ്റീസ് ആണോ, പ്രോസസിംഗ് സൊസൈറ്റീസ് ആണോ? ഏതായിരിക്കും ആൻസർ വരിക അവിടെ? 7th ക്വസ്റ്റ്യൻ, നമുക്കറിയാലേ ഫിഷറീസ് കോപ്പറേറ്റീവ്സ് ഈ മത്സ്യഫെഡൊക്കെ ഏതിലാ വന്നേ? ഏതിലായിരിക്കും? പ്രൊഡ്യൂസർ സൊസൈറ്റീസിലാണ് വന്നിട്ടോ. റൂൾ 15 സബ് റൂൾ 5 അനുസരിച്ച് KCS ആക്ടിന്റെ റൂൾ 15 സബ് റൂൾ 5 അനുസരിച്ച് എന്താണ്? പ്രൊഡ്യൂസർ സൊസൈറ്റീസിലാണ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ് വരുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ റൂൾ 15 സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. JCA ആണെങ്കിലും CSEBയിലാണെങ്കിലും റൂൾ 15 എല്ലാം തന്നെ നോക്കി വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മത്സ്യഫെഡ് വർക്കിംഗ് ഇൻ, അതായത് മത്സ്യഫെഡ് എങ്ങനെയാ സ്ട്രക്ചർ എന്നാണ്. ഓപ്ഷൻ എ സിംഗിൾ ടയർ, ഓപ്ഷൻ ബി 2 ടയർ, ഓപ്ഷൻ സി 3 ടയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതായിരിക്കും വരിക? മത്സ്യഫെഡ് എങ്ങനെയാ വർക്ക് ചെയ്യുക? മത്സ്യഫെഡ് സിംഗിൾ ടയർ ആണോ, 2 ടയർ ആണോ, 3 ടയർ ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? നമുക്കറിയാം മത്സ്യഫെഡ് ഏത് ടയറാ, ഏത് സ്ട്രക്ചറാ മത്സ്യഫെഡിന്റെ? 2 ടയർ ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, 2 ടയർ. മത്സ്യഫെഡ് വർക്കിംഗ് ഇൻ 2 ടയർ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടയർ ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. അതുപോലെ മത്സ്യഫെഡ് ഏത് ഓർഗനൈസേഷനെ പറ്റി പഠിച്ചാലും ആ ഓർഗനൈസേഷൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്, അതുപോലെ ഫോം ചെയ്ത ഡേറ്റ്, അതുപോലെ രജിസ്റ്റർ ചെയ്ത ഡേറ്റും സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും വേറെയാണെങ്കിൽ അത് രണ്ടും, പിന്നെ ചെയർമാൻ ആരാണ്, ബോർഡ് മാനേജിങ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഏത് ടയറാണ്, പിന്നെ റെക്കമെൻഡ് ചെയ്ത ആരാണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. മത്സ്യഫെഡ് വർക്കിംഗ് ഇൻ 2 ടയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗസ് ഫെഡ് വർക്കിംഗ് ഇൻ, ഹൗസ് ഫെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഓപ്ഷൻ എ സിംഗിൾ ടയർ, ഓപ്ഷൻ ബി 2 ടയർ, ഓപ്ഷൻ സി 3 ടയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതായിരിക്കും ഹൗസ് ഫെഡ്? മത്സ്യഫെഡ് നമ്മൾ പറഞ്ഞു 2 ടയർ ആണ്. ഹൗസ് ഫെഡ് ഏത് ടയറാ? സ്ട്രക്ചർ എങ്ങനെയാ? 2 ടയർ ആണല്ലേ. മത്സ്യഫെഡും ഹൗസ് ഫെഡും 2 ടയർ തന്നെയാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മത്സ്യഫെഡും ഹൗസ് ഫെഡും 2 ടയർ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മത്സ്യഫെഡും 2 ടയർ ആണ്, ഹൗസ് ഫെഡും 2 ടയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ, അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഏത് ടൈപ്പ് ഓഡിറ്റ് ആണ്? ഓപ്ഷൻ എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഏതായിരിക്കും വരിക? 1, 2, 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഓപ്ഷൻ ബി
സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റ്. ഓപ്ഷൻ 3 അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ നമുക്ക് ആൻസേഴ്സിന്റെ ഓപ്ഷൻ നോക്കാം. എയിൽ പറയുന്നത് 1 ഉം 3 മാത്രം, അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും മാത്രമാണ്. ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് മാത്രമാണ്. ഓപ്ഷൻ സി 2 and 3 സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ആണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓപ്ഷൻ ഡി ഈ 3 ഓഡിറ്റിലും പെടും, അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ആണ്, സ്റ്റേറ്റ് കൺട്രോൾ ഓഡിറ്റും ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും ആണ്. ഏതായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക ഡി 1, 2 and 3 വരും, അല്ലേ? കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്, നമുക്കറിയാം. അതുപോലെ സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റ് ആണ്, KCS ആക്ടിന്റെ കീഴിലാണ് തന്നെ സ്റ്റേറ്റ് കൺട്രോൾഡ് ഓഡിറ്റ് ആണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്, അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷണൽ ഏരിയാസിലൊക്കെ ഈ കോപ്പറേറ്റീവ് ഓഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ അതൊക്കെ നോക്കണം. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, സ്റ്റേറ്റ് കൺട്രോൾ ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോൺ ആസ് ഗ്ലോബൽ നെറ്റ്വർക്ക്? ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന് അറിയപ്പെടുന്നത് ഏതായിരിക്കും? ഈ ഐ ടി നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ടി പഠിച്ചിട്ട് തന്നെ പോവുക. ഐ-ടിന്ന് 10 മാർക്ക് ഉണ്ട്, ആ 10 മാർക്ക് വിട്ട് കളയരുത്. നമുക്കറിയാം ഒരു 75 to 80 അതിൽ കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. JCE എക്സാമിന് 75 to 80 അതിൽ കൂടുതൽ മാർക്ക് ഉറപ്പായിട്ട് മേടിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോൺ ആസ് ഗ്ലോബൽ നെറ്റ്വർക്ക്? ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ എ ഇൻട്രാനെറ്റ്, ഓപ്ഷൻ ബി ഇന്റർനെറ്റ്, ഓപ്ഷൻ സി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരിക? ഗ്ലോബൽ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഏത് നെറ്റ്വർക്കാണ്? ഇവിടെ ആൻസർ ആയിട്ട് തന്നെ ഇന്റർനെറ്റ് ആണ്. ഓപ്ഷൻ ബി ഇന്റർനെറ്റ് ഈസ് നോൺ ആസ് ഗ്ലോബൽ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക്. ഓക്കെ, ഇന്റർനാഷണൽ നെറ്റ്വർക്ക് അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഇന്റർനെറ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഇന്റർനെറ്റിന്റെ വേറെ ഇങ്ങനെ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഏതാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക് ഏതാണ്, ഗ്ലോബൽ നെറ്റ്വർക്ക് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആൻസർ ഏതാണ് വരിക? ഇന്റർനെറ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. നോട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഐ-ടി 10 മാർക്കിനുണ്ട്, വിട്ട് കളയരുത്. ഞാൻ പറഞ്ഞു 75 to 80 ആ റേഞ്ചിൽ എന്താ ഉറപ്പായിട്ടും മിനിമം മേടിക്കാൻ നോക്കണം. അപ്പം അങ്ങനെ മേടിക്കണമെങ്കിൽ ഐ-ടിയിൽ സാധാരണ ബാക്കി സബ്ജക്റ്റ് നോക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുള്ളൂ. അപ്പോൾ സിലബസ് അനുസരിച്ച് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാട്ടോ ഐ-ടി. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് എന്താണ്, ഇന്ന് നമ്മുടെ എൻട്രിയിൽ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ഓഫേഴ്സ് തരുന്നുണ്ട്, പ്രൈസ് ഡിഡക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ നല്ല ഓഫേഴ്സിൽ നല്ല ക്വാളിറ്റിയുള്ള കോഴ്സ് ഗ്രാബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി, പ്രൈസിനെയും ഓഫേഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question, which of the following is or are a social network? അതായത് സോഷ്യൽ നെറ്റ്വർക്സിൽ വരുന്ന ഏതാണ്? സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. അതായത് ഫ്രണ്ട്സ് തമ്മിൽ പീപ്പിൾ തമ്മിൽ കണക്ട് ചെയ്യാൻ, പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ, പിക്ചർ ഷെയർ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നവയായിരിക്കും സോഷ്യൽ നെറ്റ്വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ വാട്സപ്പ്, ഓപ്ഷൻ ബി ഫേസ്ബുക്ക്, ഓപ്ഷൻ സി ഉബണ്ടു, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാ ആൻസർ വരിക? ഇവിടെ സിമ്പിൾ ആണ്. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഏതാ? വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ നെറ്റ്വർക്സിൽ വരുന്ന കേട്ടോ. ഉബണ്ടു അല്ല, വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ നെറ്റ്വർക്സിൽ വരുന്നതാണ്. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് അതൊക്കെ സോഷ്യൽ നെറ്റ്വർക്സിൽ വരികയാണ്. ഫ്രണ്ട്സ് പീപ്പിൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്, പിക്ചർ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് സോഷ്യൽ നെറ്റ്വർക്സിൽ വരിക കേട്ടോ. അപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 12 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ 12 ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം കേട്ടോ. അതുപോലെ കോപ്പറേറ്റീവ് ലോ ആണെങ്കിലും, കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണെങ്കിലും, കോർപ്പറേഷൻ ആണെങ്കിലും, ബാങ്കിങ് ആണെങ്കിലും, ഐ-ടി ആണെങ്കിലും നന്നായിട്ട് തന്നെ നോക്കിക്കൊണ്ട് പോവുക. ഐ-ടി വിട്ട് കളയരുത്. ഐ-ടിയും ഓഡിറ്റും നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. അത് നോക്കിയിട്ട് പോകണം. കോപ്പറേറ്റീവ് ഓഡിറ്റിനാണെങ്കിലും ക്വസ്റ്റ്യൻസ് PSCയിൽ ചോദിക്കും കേട്ടോ. വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കും കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞ മേഖലയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ സിലബസ് നമ്മൾ കണ്ടതാണ്. ആ സിലബസിൽ എന്താണ്, നമുക്ക് സബ് ടോപ്പിക്സിലും എത്ര മാർക്സ് വരും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ താഴെ നിങ്ങൾക്ക് CSEBയുടെ ടൈം ടേബിൾ തന്നിട്ടുണ്ട്. CSEB നമുക്കറിയാം, CSEB എക്സാം എടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ CSEB എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നല്ലൊരു ടൈം ടേബിൾ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട. ഇന്ന് തന്നെ വേഗം തന്നെ എന്താണ് ഓഫറിന് വേണ്ടി വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അപ്പോൾ നമ്മുടെ CSEB, കേരള ബാങ്കിൻ്റെ എക്സാമും അടുത്ത വർഷം തന്നെ ഉണ്ടാവും. അപ്പോൾ കേരള ബാങ്ക് JCA CSEB എക്സാമിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് ആണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് വീഡിയോസും ലൈവ് സെക്ഷൻസും ഉണ്ടാവും. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സെക്ഷനും നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി
സ്റ്റഡി മെറ്റീരിയൽസും തരുന്നതായിരിക്കും. അതുപോലെ മെൻറ്ററിൻ്റെ 24 hours മെൻറ്ററിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഓഫേഴ്സ് വേഗം തന്നെ നിങ്ങൾ ക്വാളിറ്റിയുള്ള കോഴ്സ് വേഗം തന്നെ കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തേക്ക് മാത്രമാണ് ആ ഒരു ഓഫർ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ ഈ നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് വേഗം തന്നെ ഗ്രാബ് ചെയ്യൂ. കാരണം നമുക്കറിയാം ഈ JCI CCB കേരള ബാങ്ക് എക്സാം ഈ വർഷമുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക എക്സാമിന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Okay, thank you. Like, share, subscribe our channel.